Good morning, my dear students. Welcome to the daily news desk of Dakshina Learning. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ന്യൂസ് ബ്രീഫിംഗിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ന്യൂസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മുടെ എഡ്യൂക്കേഷൻ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിളാണ്. എഡ്യൂക്കേഷൻ എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇൻ ഇന്ത്യ എഡ്യൂക്കേഷൻ വിത്തൗട്ട് എംപ്ലോയ്മെന്റ്. രണ്ടാമത്തെ ഒരു എക്കോളജി ആൻഡ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്. എക്കോളജി ഇസ് ദ വേൾഡ്സ് പെർമനന്റ് എക്കോണമി. സുന്ദർലാൽ ബഹുഗുണയുടെ കോട്ടാണ് ചിപ്കോ മൂവ്മെന്റ്. നെക്സ്റ്റ് അബൌട്ട് ഇറിഗേഷൻ. അപ്പോൾ ബ്രീഫ് എ ഡെത്ത് ദാറ്റ് സ്പോട്ട്ലൈറ്റ്സ് ഇറിഗേഷൻ പ്രോബ്ലംസ്. അത് റൈറ്റ് ടു റിപ്പയർ മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇതൊരു എൻവയോൺമെന്റ് കൺസർവേഷൻ ആംഗിളിലുള്ള ന്യൂസ് ആർട്ടിക്കിളാണ്. ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എപ്പിക് നമ്പേഴ്സ്. ഇലക്ടോറൽ റിഫോംസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഇന്ത്യ നോട്ടിഫൈസ് WTO ഓഫ് പ്ലാൻ ടു ഇമ്പോസ് റിറ്റാലിറ്ററി താരിഫ് ഓൺ US ഇമ്പോർട്ട്. US ഇമ്പോർട്ടിൽ താരിഫ് ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു എക്കോണമി ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. റീറ്റെയിൽ ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ് അടുത്ത ന്യൂസ്. ദെൻ ഫൈനലി നമ്മുടെ സ്പീഷീസിന്റെ ബിഹേവിയർ ആയിട്ടുള്ള ഒരു എക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. സയന്റിസ്റ്റ് ഹാവ് ഫൗണ്ട് ക്രിക്കറ്റ് എവോൾവിംഗ് റാപ്പിഡ്ലി ടു ബീറ്റ് ന്യൂ ത്രെറ്റ്. അപ്പോൾ അതൊരു എക്കോളജി ആസ്പെക്റ്റുള്ള ന്യൂസാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഹെഡ്ലൈൻസ് ഈ എക്സാം പെർസ്പെക്റ്റീവില്. അപ്പോൾ ഇതിന്റെ കറസ്പോണ്ടിങ് പ്രിലിംസ് ആൻഡ് മെയിൻസ് അനാലിസിസിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ അബൌട്ട് എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. അപ്പോൾ എന്താ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്രീഫിംഗ് എന്ന് പറയുന്നത്? ഇതിന്റെ ഓതേഴ്സ് മെയിനായിട്ട് ഇപ്പോഴത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ ക്രിറ്റിസൈസ് ചെയ്യണം. അപ്പോൾ എന്താ അവർ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഫാക്ട്സ് നോക്കാം. ഇറ്റ് ഈസ് ബീങ് ഔട്ട്ഡേറ്റഡ്, ഫിനാൻഷ്യലി അൺവയബിൾ, ഡിസ്കണക്റ്റഡ് ഫ്രം മാർക്കറ്റ് റിയാലിറ്റി, ഫെയിലിംഗ് ടു അഡ്രസ് എംപ്ലോയബിലിറ്റി ഡിസ്പൈറ്റ് ഗ്രാൻഡ് ക്ലെയിംസ് ഓൺ എഡ്യൂക്കേഷൻ ട്രാൻസ്ഫോർ. അപ്പോൾ ഓതേഴ്സ് മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ കണ്ടന്റ് ബേസ് അത് ഔട്ട്ഡേറ്റഡ് ആണ്. ഫിനാൻഷ്യലി നമുക്ക് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിൽ വയബിലിറ്റി ഇല്ല. മാർക്കറ്റ് റിയാലിറ്റീസിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആണ്. എഡ്യൂക്കേഷൻ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരും എന്ന് പറയുന്നുണ്ടെങ്കിലും എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ ഈ ക്ലെയിംസ് ഒന്നും ആരും അച്ചീവ്മെന്റ് മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ക്രിറ്റിസിസം വരുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ഫാക്ട്സ് അവർ തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യസ് ഗ്രാജുവേറ്റ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് റിമെയിൻസ് സ്റ്റാഗ്നന്റ് അറ്റ് 42.6% ഇൻ 2025. അപ്പോൾ 2025 തന്നെ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളത് അൺഎംപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്നത് 42.6% ആൾക്കാരാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും ഗെയിൻഫുൾ അല്ലെങ്കിൽ മീനിങ്ഫുൾ എംപ്ലോയ്മെന്റ് ഇല്ല എന്നും ലോ ക്വാളിറ്റി ജോബ്സ് ആണ് മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുന്നതെന്നാണ് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് മെയിനായിട്ട് തരുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇതിന് സജഷൻ തരുന്നതെന്ന് വെച്ചാൽ ഇന്നോവേഷൻ സൈഡിൽ നമ്മൾ ഒത്തിരി കൂടെ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കണമെന്നും ഓരോ ഔട്ട്കമ്മിന് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലോബലി ഉള്ള ചേഞ്ചസിനനുസരിച്ചിട്ട് നമ്മൾ പോളിസി ക്രിയേറ്റ് ചെയ്യണമെന്നും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം ഓരോ ആക്ഷനും എന്നാണ് മെയിനായിട്ട് ഇതിൻ്റെ സജഷൻ പറയുന്നത്. ഇതാണ് ഇത്രയും ഈ ന്യൂസിന്റെ ബ്രീഫ് വരുന്നത്. അപ്പോൾ ഇതിന്റെ കറസ്പോണ്ടിങ് പ്രിലിംസ് ആൻഡ് മെയിൻസ് പെർസ്പെക്റ്റീവ് അനാലിസിസിലോട്ട് പോകാം. ഇപ്പോൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓൾറെഡി ഇന്നലെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്. അപ്പോൾ അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ടിൽ സെക്കൻഡറി ബൈ 2030. അപ്പോൾ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്നുള്ളൊരു ഇൻഡിക്കേറ്ററിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ള ആസ്പെക്റ്റിലാണ്. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് പറയുകയാണെങ്കിൽ മദർ ടങ് റീജിയണൽ ലാംഗ്വേജിന് പ്രൊമോഷൻ ഉണ്ട് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അടുത്ത ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഒരു ഇന്നോവേഷൻ എന്നുള്ളത് നമ്മുടെ സൊസൈറ്റിയിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പറിനെ കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ഇന്ത്യയുടെ റീസെന്റ് റാങ്കിങ് 39th ആണ് 2024. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് ആക്ച്വലി റിലീസ് ചെയ്യുന്നത് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ്. എന്താ മെഷർ ചെയ്യുന്നത്? മെഷേഴ്സ് ഇന്നോവേഷൻ കപ്പാസിറ്റി ആൻഡ് ഔട്ട്പുട്ട്. ഇന്ത്യസ് റാങ്ക് സ്റ്റഡിലി ഇംപ്രൂവിങ് ആണ്. അപ്പോൾ ആ ഒരു ട്രെൻഡും കൂടെ അറിയാം, സ്റ്റഡിലി ഇംപ്രൂവിങ് ആണ്. ഇന്നോവേഷൻ ഇൻഡെക്സിൽ ടോപ്പ് റാങ്കിങ്ങിൽ വരുന്നത് സ്വിറ്റ്സർലാൻഡ്, സ്വീഡൻ, USA ആണ് ടോപ്പ് 3 മെയിനായിട്ട് വരുന്നത്. അപ്പോൾ മെയിൻസ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോഷ്യൽ സെക്ടർ എഡ്യൂക്കേഷനിൽ GS പേപ്പർ 3 എംപ്ലോയ്മെന്റ് സ്കിൽ ഡെവലപ്മെന്റ് ആസ്പെക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇത്രയാണ് ഈ ന്യൂസ് ബ്രീഫിൽ മെയിൻ അനാലിസിസിൽ വരുന്നത്. നമുക്ക് അടുത്ത ന്യൂസ് ആർട്ടിക്കിലോട്ട് പോകും. അടുത്ത ന്യൂസ് ആർട്ടിക്കിൾ നമ്മുടെ എക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. എങ്ങനെയാണ് എക്കോളജി എൻവയോൺമെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രീഫിംഗ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ സുന്ദർലാൽ ബഹുഗുണയുടെ കൺസെപ്റ്റ് ഉണ്ട്. അത് പറഞ്ഞ എക്കോണമിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എക്കോളജിക്കൽ ഹെൽത്തിന് ഡീപ്ലി ടൈഡ് ആണ്. അതുകൊണ്ട് തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കോർ ഫിലോസഫി നമ്മുടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനെയും എക്കോണമിക് ഗ്രോത്തിനെ ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഫിലോസഫി എന്നുള്ള ആസ്പെക്റ്റിലാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. പക്ഷേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഇഷ്യൂസ് ഹ്യൂമൻ എക്സ്പ്ലോയിറ്റേഷനും അതിന് കറസ്പോണ്ടിങ് നാച്ചുറൽ ബേസ്ഡ് സൊല്യൂഷൻ എന്ത് വേണമെന്നുള്ളതാണ്.
ഓതർ പറയുന്ന ഇതാണ്, ഹ്യൂമൻ കൺസെപ്ഷൻ ആൻഡ് ഗ്ലോബൽ കോമ്പറ്റീഷൻ ലെഡ് ടു സിവിയർ എക്കോളജിക്കൽ ഇംബാലൻസസ് കോൺട്രഡിക്റ്റിംഗ് ഗ്ലോബൽ കൺസർവേഷൻ എഫർട്സ്. നമ്മുടെ ഹ്യൂമൻ കൺസെപ്ഷൻ, ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ഹ്യൂമന്റെ ലെവൽ ഓഫ് കൺസെപ്ഷൻ കൂടി വരികയാണ്. അതേപോലെ ഗ്ലോബൽ കോമ്പറ്റീഷൻ ഹൈ ആണ്. ഇത് സിവിയർ ആയിട്ടുള്ള എക്കോളജിക്കൽ ഇംബാലൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അത് ഗ്ലോബൽ ആയിട്ടുള്ള കൺസർവേഷൻ എഫർട്സിനെ വളരെ സീരിയസ് ആയിട്ട് ബാധിച്ചിട്ടുണ്ടെന്നും അതിനെ കറസ്പോണ്ടിങ് നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന മെയിൻ ട്രിഗർ ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് എഫക്റ്റ്. അപ്പോൾ ഓതർ സജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ നീഡ് ഫോർ റീകണക്ഷൻ വിത്ത് നാച്ചർ. അപ്പോൾ നാച്ചുറായിട്ട് തിരിച്ച് നമുക്ക് റീകണക്ഷൻ വേണമെന്ന്. അതിന് സജസ്റ്റ് ചെയ്യുന്ന മെയിൻ മെത്തേഡ് സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ, റിക്കർ ഇമോഷണൽ ആൻഡ് കോൺഷ്യസ് റീഅറേഞ്ച്മെന്റ് വിത്ത് നാച്ചർ. അപ്പോൾ ഇതിലൂടെ ആറ്റിറ്റ്യൂഡൽ ലെവലിൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ലെവലിൽ നാച്ചുറായിട്ട് ഇതിലൂടെ അഡാപ്റ്റഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ വേണം എന്നുള്ളതും അതൊരു മോറൽ ഒബ്ലിഗേഷൻ ആയിട്ട് കാണണമെന്നാണ് ഓതർ മെയിനായിട്ട് ഇതിൻ്റെ അത് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രിലിംസ് ആൻഡ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിലുള്ള അനാലിസിസിലോട്ട് പോകും. ഫസ്റ്റ് കീവേഡ് എന്ന് വെച്ചാൽ ആ ഒരു ഫ്രേസ് തന്നെയാണ്, എക്കോളജി ആസ് പെർമനന്റ് എക്കോണമി. ഈ ശ്ലോകം ആരാ കൊണ്ടുവന്നെന്ന് ചോദിച്ചാൽ സുന്ദർലാൽ ബഹുഗുണയാണ്. ഇദ്ദേഹം ഒരു എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു. ഫേമസ് എൻവയോൺമെന്റ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു, ചിപ്കോ മൂവ്മെന്റ്. ഇതെന്താ സ്ട്രെസ് ചെയ്യുന്ന വെച്ചാൽ എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി എൻഷുവേഴ്സ് ലാസ്റ്റ് എക്കണോമിക് പ്രോസ്പെരിറ്റി. നമ്മൾ എത്രത്തോളം എക്കോളജിയെ സസ്റ്റെയിൻ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ എക്കോണമിക് പ്രോസ്പെരിറ്റിയും സസ്റ്റെയിൻ ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത് നാച്ചുറൽ ബേസ്ഡ് സൊല്യൂഷൻ ആണ്. സസ്റ്റൈനബിൾ മാനേജ്മെന്റ്, റീസ്റ്റോറേഷൻ ഓഫ് എക്കോസിസ്റ്റം എല്ലാം അതിൻ്റെ ആംബിറ്റിൽ വരും. അതുപോലെ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ, എക്കോസിസ്റ്റം ബേസ്ഡ് അഡാപ്റ്റേഷൻ, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനും ഇതിൻ്റെ ഒരു ആംബിറ്റിൽ മെയിനായിട്ട് വരും. ഇനി ഇതിപ്പം ഗ്ലോബലി ചാലഞ്ച് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ചേഞ്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതിൽ ഗ്ലോബൽ ചാലഞ്ച് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കീവേഡ്സ് ഈ ഇൻഫോഗ്രാഫി പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് കൊളോണിയൽ റിലേഷൻ ആണ്. ഇപ്പോഴും ഒരു കൊളോണിയൽ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഏർലിയർ റിസോഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ ആണെങ്കിൽ ഇപ്പോൾ ടെക്നോളജികൾ പരമായിട്ടാണ് അത് മെയിനായിട്ട് ഈ ഒരു കൊളോണിയൽ ആക്ടിവിറ്റി ക്യാരി ചെയ്യുന്നത്. അതുപോലെ എക്കോണമിക് ഇൻഇക്വാലിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. പോളിസി ഇൻഅഡിക്വസി ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. അൺസസ്റ്റൈനബിൾ പ്രാക്ടീസസ് എല്ലാം ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റിൽ വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന അനാലിസിസ്. ഇത് നമുക്ക് GS പേപ്പർ 3 എൻവയോൺമെന്റ് കൺസ്ട്രക്ഷൻ ആംഗിളിലും മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം, ക്ലൈമറ്റ് ചേഞ്ച് എഫക്റ്റ് എന്നുള്ള ആംഗിളിലും മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യും. സോ ഇനി അടുത്ത ന്യൂസ് ബ്രീഫ് എന്താണെന്ന് നോക്കിയാൽ ഇറിഗേഷൻ പ്രോബ്ലത്തിനെ കുറിച്ചിട്ടാണ്. എന്താ ഈ ഓതർ മെയിനായിട്ട് പറയുന്നത് നോക്കാം. India faces both physical and economic water scarcity with inequitable distribution impacting marginal community, reinforcing social inequality. അപ്പോൾ എങ്ങനെയാണ് ഒരു വാട്ടർ എന്നുള്ള റിസോഴ്സ് നമ്മുടെ സൊസൈറ്റിയിൽ ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു സമ്മറിയാണ് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓതർ പറയുന്നത് ഇന്ത്യക്ക് ഫിസിക്കലായിട്ടും എക്കോണമിക് ആയിട്ടും വാട്ടർ സ്ട്രെസ് ഫീൽ ചെയ്യും. ഫിസിക്കൽ എന്ന് വെച്ചാൽ നമ്മുടെ റിസോഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ലെവലിലും, എക്കോണമി എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പെർ ക്യാപിറ്റ അവൈലബിലിറ്റി എന്നുള്ള നിലയിലും വാട്ടറിന്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ട്. ഈ സ്ട്രെസ് എങ്ങനെ കമ്മ്യൂണിറ്റി എസ്പെഷ്യലി വൾനറബിൾ സെക്ഷനിലോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യും. അവിടെ ഒരു സോഷ്യൽ ഇൻഇക്വാലിറ്റി എന്നുള്ള ഒരു ഏരിയയിലോട്ട് സ്ട്രെസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് റീസെൻ്റ്ലി ഒരുപാട് മൂവീസിലൊക്കെ ഇതിപ്പോൾ ഹൈലൈറ്റ് ചെയ്ത്, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ മൂവീസിൽ ഒരുപാട് ഈ ഒരു സോഷ്യൽ ഇഷ്യൂ മെയിനായിട്ട് ഇതാക്കുന്നുണ്ട്. 2 to 3 years ബാക്ക് സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ 0 day ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വന്നു വാട്ടർ ഇല്ലാതെ. അത് കമ്മിങ് ഇയേഴ്സിൽ അതൊരു ഹ്യൂജ് പ്രോബ്ലമാണ്. UPSC പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ഓൾറെഡി SIയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് തീമാണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോൾഡർ പോയിന്റ് കളക്ട് ചെയ്യാം മാക്സിമം. അപ്പോൾ അതിൽ ഓതർ പിന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിന് മെയിൻ ഇമ്പോർട്ടൻ്റ് ആർഗ്യുമെന്റ്സ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. Over extraction has led to 70% of India's groundwater being over exploited. അപ്പം ഗ്രൗണ്ട് വാട്ടറിൽ എസ്പെഷ്യലി ഇറിഗേഷനിൽ നമ്മൾ ഫാമേഴ്സ് നോർത്ത് ഇന്ത്യൻ പഞ്ചാബ് ആ ഏരിയയിലുള്ള ഫാമേഴ്സ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഗ്രൗണ്ട് വാട്ടറിലാണ്. അതിൻ്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ടേബിളിനെ വളരെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നും അത് വാട്ടറിന്റെ സസ്റ്റൈനബിൾ യൂസിനെ ഹ്യൂജ്ലി ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിന് സജസ്റ്റ് ചെയ്യുന്ന മെഷേഴ്സ് എന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ഇറിഗേഷൻ ആണ് സജസ്റ്റ് ചെയ്യുന്നത്. എംബസൈസ് ഓൺ സസ്റ്റൈനബിൾ വാട്ടർ സേവിംഗ് ടെക്നോളജി ലൈക്ക് ഇന്റർപ്ലേ ഇറിഗേഷൻ, സോളാർ പവർഡ് ഇറിഗേഷൻ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, പാർട്ടിസിപ്പേറ്ററി ഇറിഗേഷൻ മാനേജ്മെന്റ്. ഇത്രയും ആസ്പെക്റ്റിൽ നമ്മൾ ഇറിഗേഷന്റെ സ്ട്രക്ചറലി അല്ലെങ്കിൽ മൈൻഡ് സെറ്റും അല്ലെങ്കിൽ പ്രൊസീജിയർ ലെവലിൽ ഈ ഇറിഗേഷൻ എന്നുള്ള പ്രോസസ്സിനെ മെയിനായിട്ട് ഇവോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇവോൾവ് ആക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഓതർ സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്തൊക്കെ ഏരിയസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ സ്പേഷ്യൽ അനാലിസിസ് നടന്നിരിക്കണം, ഏതൊക്കെ വാട്ടർ സ്ട്രെസ്ഡ് ഏരിയാസ് എന്നും. അപ്പോൾ ആ ഏരിയസിൽ എന്തൊക്കെ രീതിയിൽ നമുക്ക് വാട്ടർ എൻഹാൻസ്മെന്റ് കൊണ്ടുവരാം എന്നുള്ളതാണ് മെയിൻ അനാലിസിസിൽ വരുന്നത്.
അതിൽ മെയിൻ മെത്തേഡ് ഓഫ് ഇറിഗേഷൻ പറയുമ്പോൾ ഇറിഗേഷനിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ട്, സർഫസ് ഇറിഗേഷൻ ഉണ്ട്, സബ് ഇറിഗേഷൻ ഉണ്ട്, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഉണ്ട്, മാനുവൽ ഇറിഗേഷൻ, ലോക്കലൈസ്ഡ് ഇറിഗേഷൻ ആൻഡ് സെൻട്രൽ പിവറ്റ് ഇറിഗേഷൻ. അപ്പോൾ ഇത്രയാണ് ഒരു മേജർ ടൈപ്പ് ഓഫ് ഇറിഗേഷൻ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനി ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് നോക്കുവാണെങ്കിൽ വാട്ടർ ഗവർണൻസ് എന്താണെന്നുള്ളത്, അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതിനൊക്കെയാണ് ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് ബേസിക് ലെവൽ മാനേജ്മെന്റ്. ഇറ്റ് എംബസൈസ് ഓൺ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. പിന്നെ ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചൊരു ഡാറ്റ പറയുകയാണെങ്കിൽ ഇന്ത്യസ് വേൾഡ്സ് ലാർജസ്റ്റ് ഗ്രൗണ്ട് വാട്ടർ യൂസറാണ്. 70% യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ. മെയിൻ ഏരിയ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ പോലുള്ള മെയിൻ ക്രിട്ടിക്കൽ ഏരിയ എന്ന് പറയാം. ആർട്സ് ഇറിഗേഷൻ ടെക്നോളജി പറയുകയാണെങ്കിൽ പ്രൊമോട്ട് ഡ്രിപ്പ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, യൂസ് ഡിജിറ്റൽ മോണിറ്ററിംഗ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഡിജിറ്റൽ മോണിറ്ററിംഗ് ഫോർ എഫിഷ്യൻസി. കാർബൺ എമിഷൻ ഫ്രം അഗ്രികൾച്ചർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ആണ്. ഓവർ ഇറിഗേഷൻ ഇൻക്രീസസ് എമിഷൻ. ഗ്രൗണ്ട് വാട്ടർ പമ്പിംഗ് യൂസസ് ഹൈ എനർജി കൺസ്ട്രക്ഷൻ പ്രാക്ടീസ്, റെഡ്യൂസ് കാർബൺ ഫുട് പ്രിന്റ്. അപ്പോൾ ഒരു നമ്മുടെ കാർബൺ എമിഷനും സസ്റ്റൈനബിൾ സീറോ ടാർഗറ്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഉള്ള എഫർട്ടിനും ഈ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇറിഗേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആണ്. GS പേപ്പർ 3 മെയിൻ പെർസ്പെക്റ്റീവിൽ GS പേപ്പർ 1 റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷനിലും GS പേപ്പർ 3 സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആസ്പെക്റ്റിലും മെയിനായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഈ ന്യൂസ് ആർട്ടിക്കിൾ മെയിൻ ആയിട്ടുള്ള ബ്രീഫിങ്ങും അനാലിസിസും വരുന്നത്. നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകാം. അടുത്ത ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്, റൈറ്റ് ടു റിപ്പയർ മൂവ്മെന്റ് ഇൻ ഇന്ത്യ. അതൊരു റിവോൾവിംഗ് കൺസെപ്റ്റ് ആണ്. ഇത് ആക്ച്വലി സർക്കുലർ എക്കോണമി കൺസെപ്റ്റിലോട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആസ്പെക്റ്റിൽ ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പം എന്താ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത് വെച്ചാൽ, ഇന്ത്യ പ്ലാൻസ് ടു ഇൻട്രൊഡ്യൂസ് റിപ്പയറബിലിറ്റി ഇൻഡെക്സ് ഫോർ ഇലക്ട്രോണിക് ബേസ്ഡ് ഓൺ ക്രൈറ്റീരിയ ലൈക്ക് അവൈലബിലിറ്റി ഓഫ് സ്പെയർ പാർട്സ്, കോസ്റ്റ് ഓഫ് റിപ്പയർ ആൻഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. അപ്പോൾ സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റിയും കോസ്റ്റ് ഓഫ് റിപ്പയറിന്റെയും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിന്റെ ആസ്പെക്റ്റിൽ റിപ്പയറബിലിറ്റി ഇൻഡെക്സ് എന്നുള്ള ഒരു ഇൻഡെക്സ് കൊണ്ടുവരാൻ ഒരു പ്ലാനിലാണ് ഫോർ ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റ് മെയിൻലി. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് കൺസ്യൂമറിന്റെ ഒരു ചോയ്സ് എൻഹാൻസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ആ ചോയ്സിന്റെ ആംബിറ്റ് ഒത്തിരി കൂടെ വലുതാക്കും. സോ ദേ ക്യാൻ ഗോ ഫോർ മോർ ഡൈവേഴ്സ് ചോയ്സ്. ഈ ഡൈവേഴ്സ് ചോയ്സിന് പോകുന്നിടത്ത് അവർക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള സെന്റേഴ്സിന്റെ അവൈലബിലിറ്റി ഉണ്ടാവും ഈ പ്രോഡക്റ്റിനെ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട്. ഈ ഒരു അപ്രോച്ച് ഒരു എക്കോ ഫ്രണ്ട്ലി അപ്രോച്ചാണ് ആക്ച്വലി. കാരണം കൂടുതൽ ഇലക്ട്രോണിക്സ് പ്രൊഡക്ഷന്റെ ആവശ്യം വരുന്നില്ല. ഈ ഉള്ളത് തന്നെ നമുക്ക് റീസൈക്കിൾ ചെയ്ത് റീഫർബിഷ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനും എക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്യാനും പറ്റും. ഒരു സർക്കുലർ എക്കോണമി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് ആണ്. ഇതിന്റെ ഒരു ബിക്കർ പിക്ചർ നോക്കുകയാണെങ്കിൽ ട്രേഡിൽ നമുക്ക് ഹൈ ബൂസ്റ്റ് ഉണ്ടാവും. ബൂസ്റ്റ് ഇൻ ദ സെൻസ് നമുക്ക് ആ ഒരു ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാൻ പറ്റും. കാരണം ഇമ്പോർട്ട് ലെവലിൽ നമുക്ക് നല്ല രീതിയിൽ സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഓതർ മെയിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ കറസ്പോണ്ടിങ് പ്രിലിംസ് മെയിൻസ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആസ്പെക്ട് സർക്കുലർ എക്കോണമിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഏതൊക്കെ ലെവലാണ് സർക്കുലർ എക്കോണമി പോകുന്നത് എന്നുള്ളത്, റോ മെറ്റീരിയൽ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ കൺസർവേഷനും കളക്ഷനും എല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഒരു പിക്ചറിലാണ് ആക്ച്വലി എന്ത് പോകുന്നത്, സർക്കുലർ എക്കോണമി മെയിൻ ആയിട്ട് പോകുന്നത്. ഇനി ഇ വേസ്റ്റ് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള SDG നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗുഡ് ഹെൽത്ത് ഉണ്ട്, ക്ലീൻ ആൻഡ് വാട്ടർ സാനിറ്റേഷൻ അതുമായിട്ട് ഇന്റർലിങ്കിങ് ഉണ്ട്, ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് അതുമായിട്ട് ഇന്റർലിങ്കിങ് ഉണ്ട്, സസ്റ്റൈനബിൾ സിറ്റീസ് ഇന്റർലിങ്കിങ് ഉണ്ട്, ലൈഫ് ബിലോ വാട്ടർ ഇന്റർലിങ്കിങ് ഉണ്ട്, റെസ്പോൺസിബിൾ കൺസപ്ഷൻ അതിൻ്റെ ആംബിറ്റിൽ വരും. നമുക്ക് വേറെ കീവേഡ്സ് നോക്കുകയാണെങ്കിൽ റൈറ്റ് ടു റിപ്പയർ, ലോ എംപവേഴ്സ് കൺസ്യൂമേഴ്സ് ടു റിപ്പയർ ഡിവൈസ്, ആക്സസ് ടു മാനുവൽ സ്പെയർ പാർട്സ് മാൻഡേറ്ററി ആയിട്ട് മാനുവൽസ് പ്രൊവൈഡ് ചെയ്യുക, സ്പെയർ പാർട്സിന്റെ അക്സസിബിലിറ്റി എവിടെ നിന്നുള്ള പ്രൊവൈഡ് ചെയ്യുക, അതൊരു മാൻഡേറ്ററി ക്ലോസ് ആക്കുന്നുണ്ട് റൈറ്റ് ടു റിപ്പയർ. ഇതെന്തൊക്കെ കവർ ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിക് പ്രോഡക്ട്സ്, ഓട്ടോമൊബൈൽ, കൺസ്യൂമർ ഡ്യൂറബിൾസ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ സർക്കുലർ എക്കോണമിന്ന് അടുത്ത കീ പോയിന്റ് പ്രൊമോട്ട് റീയൂസ്, റിപ്പയർ ആൻഡ് റീസൈക്ലിംഗ് ഓഫ് പ്രോഡക്ട്സ്. അത് ഇത്രയാണ് മെയിനായിട്ട് ഈ ആസ്പെക്റ്റിൽ വരുന്നത്. ദെൻ ഇ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫിംഗ് പറയുകയാണെങ്കിൽ, ഇ വേസ്റ്റ് ഇൻ ഇന്ത്യ റോസ് 73% in 5 years. Only 43% recycle and 57% unretail. Most handled by informal sector. അപ്പോൾ ഇൻഫോർമൽ സെക്ടർ ആണ് ഇതിന്റെ മെയിൻ ഹാൻഡ്ലിംഗ്, ഇ വേസ്റ്റ് മാനേജ്മെന്റ് ഹാൻഡ്ലിംഗ് കൊണ്ടുവരുന്നത്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് റൂൾ ആക്ച്വലി വരുന്നത് എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ആണ്. പ്രൊഡ്യൂസേഴ്സിന്റെ തന്നെ ആ ഒരു ലയബിലിറ്റി ഷിഫ്റ്റ് ചെയ്യുന്ന ഫ്രം ഗവൺമെന്റ് ടു പ്രൊഡ്യൂസേഴ്സ്. അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് കീ ആസ്പെക്റ്റിൽ വരുന്നത്. അപ്പോൾ മെയിൻ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ബേസ് ഇഷ്യൂവിൽ കണക്ട് ചെയ്യാം GS പേപ്പർ 2 ആൻഡ് GS പേപ്പർ 3 ഇ വേസ്റ്റ് മാനേജ്മെന്റ് മെയിനായിട്ട് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് ഇലക്ടോറൽ റിഫോംസിന് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. അപ്പോൾ കുറച്ച് ഇഷ്യൂസ് റീസെന്റ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരുന്നു, വോട്ടർ ID ഡ്യൂപ്ലിക്കേഷനെ പറ്റിയിട്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ബ്രീഫ് ചെയ്തിട്ടുള്ള ന്യൂസ് ആണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അതിനെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്നും
അത് റിസോൾവ് ചെയ്യുക, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ റിസോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ അലിഗേഷൻ ആണ് മെയിനായിട്ട് ഈ ഒരു ന്യൂസിൽ മെയിനായിട്ട് പറയുന്നത്. ഡിസ്പൈറ്റ് അലിഗേഷൻ ഫ്രം പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇലക്ഷൻ കമ്മീഷൻ ക്ലാരിഫൈഡ് ദാറ്റ് ഡ്യൂപ്ലിക്കേഷൻ ഡിഡ് നോട്ട് അഫക്ട് ഇലക്ഷൻ ഔട്ട്കം. വോട്ടേഴ്സ് ക്യാൻ ഓൺലി വോട്ട് ഇൻ ദർ രജിസ്റ്റേർഡ് പോളിംഗ് സ്റ്റേഷൻ. അപ്പോൾ ബൂത്ത് ക്യാപ്ചറിങ്ങും ഫേക്ക് പ്രോക്സി വോട്ടിങ്ങും ഒക്കെ ഒരു ഇലക്ടോറൽ റിഫോംസിനെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ഔട്ട്കമ്മിനെ ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതും ഈ ഒരു ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ളത് റിസോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ് മെയിനായിട്ട് ന്യൂസിൽ ബ്രീഫ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കറസ്പോണ്ടിങ് പ്രിലിംസ് പെർസ്പെക്റ്റീവ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോൾ ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 324 ബേസിസ്ഡ് ആണ് ഇലക്ഷൻ കമ്മീഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള. ഇതെന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടെന്ന് ചോദിച്ചാൽ 1950-ലാണ്. മെയിൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ റോൾ അപ്ലൈ ചെയ്യുന്നത്? കണ്ടക്ട് ഇലക്ഷൻ ഫോർ ഏതൊക്കെ ആംബിറ്റിലാണ്? പാർലമെന്റിൽ, സ്റ്റേറ്റ് അസംബ്ലി, പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. ഇത്രയും പൊസിഷനിലോട്ട് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന ആക്ച്വലിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. മൾട്ടി മെമ്പർ ബോഡിയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറും പിന്നെ ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ടാവും. ആര് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. ടെന്യൂർ 6 years അവർ അപ് ടു 65 years ആണ്. ഇനി വോട്ടർ ഐ ഡി എപ്പിക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഫോട്ടോ ഐഡന്റിറ്റി കാർഡാണ് ഇഷ്യൂഡ് ടു എലിജിബിൾ വോട്ടേഴ്സ്. പിന്നെ ഇലക്ടോറൽ പ്രോസസ്സ് എന്താണെന്നുള്ളതാണ് മെയിനായിട്ട് പറയുന്നത്. ആക്ച്വലി എന്താണ്? ഇലക്ടോറൽ റോൾ പ്രിപ്പയർ ചെയ്യുക, ഷെഡ്യൂൾ നോട്ടിഫൈ ചെയ്യുക, മാനേജ് പോളിംഗ് കൗണ്ടിങ് സെന്റർ, പിന്നെ കോഡ് ഓഫ് കണ്ടന്റ് ഇതാക്കി എൻഫോഴ്സ് ചെയ്യുക, ഇലക്ഷൻ മോണിറ്റർ ചെയ്യുക, ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യുക. ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ വർക്കിംഗ് ആസ്പെക്റ്റിൽ വരുന്നത്. മെയിനായിട്ട് ഇത് GS പേപ്പർ 2 ഇലക്ടോറൽ റിഫോംസ് പോയിന്റിൽ മെയിനായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ന്യൂസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രിലിംസ് മെയിൻസ് ബേസ്ഡായിട്ടുള്ള അനാലിസിസ് വരുന്നത്. നെക്സ്റ്റ് ഒരു എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. അപ്പം റീസെന്റ് US താരിഫ് ഇന്ത്യയുടെ മേൽ ചുമത്തിയിരുന്നു, മീൻസ് ഇമ്പോർട്ടിൽ. അപ്പോൾ അതിന്റെ റിട്ടാലിയേഷൻ ആയിട്ട് ഇന്ത്യ തിരിച്ച് ഒരു താരിഫ് ചുമത്താൻ വേണ്ടിയിട്ട് WTO-യിൽ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറച്ച് ബ്രീഫ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം എൻ്റെ ബ്രീഫിംഗ് പറയുകയാണെങ്കിൽ ഇന്ത്യ ഹാസ് നോട്ടിഫൈഡ് WTO is intention to impose tariff of 7.6 billion worth US imports in response to US tariff of 25%, claiming these measures violate General Agreement on Trade and Tariff of 1994 and Agreement Safeguard. അപ്പോൾ WTO-യുടെ GATT-ലെ കുറച്ച് മെഷേഴ്സിനെ വയലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യ കൗണ്ടർ താരിഫ് മെയിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ല. ഇന്ത്യ ഹാഡ് ഇമ്പോസ് താരിഫ് ഓൺ 28 US പ്രോഡക്റ്റ് ഇൻ 2019 ആഫ്റ്റർ ദ US റിമൂവ്ഡ് ഇന്ത്യ ഫ്രം ജനറൽ പ്രിഫറൻസ് ലിസ്റ്റ്. ആ ജനറൽ ലിസ്റ്റിൽ നിന്ന് ഇന്ത്യ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ത്യ തിരിച്ച് കൗണ്ടറായിട്ട് താരിഫ് ചുമത്തുന്നുണ്ട്, എസ്പെഷ്യലി ഓൺ സ്റ്റീൽ ആൻഡ് അലൂമിനിയം. അപ്പോൾ കറസ്പോണ്ടിങ് ഇന്നർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂയിലുള്ള പോയിന്റർ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് WTO എഗ്രിമെന്റിനെ കുറിച്ചിട്ടാണ്. മെയിൻലി 5 എഗ്രിമെന്റ്സ് ഉള്ളത്. എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ ആണ് ആദ്യത്തേത്. രണ്ടാമത്തെ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ഇൻ ടെക്സ്റ്റൈൽ ആൻഡ് ക്ലോത്തിങ് ആണ്. മൂന്നാമത്തെ എഗ്രിമെന്റ് ഓൺ ട്രിപ്സ് ആണ്, ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ടാണ്. ദെൻ നാലാമത്തെ എഗ്രിമെന്റ് ഓൺ ട്രിപ്സ് ആണ്, ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ്. ലാസ്റ്റ് വൺ ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ് ആണ്. WTO എന്താണെന്നുള്ളത് WTO അറിയാം. ഇറ്റ് ഈസ് എ ഗ്ലോബൽ ബോഡി ഫോർ ട്രേഡ് റൂൾസ് ആൻഡ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. ബോത്ത് ഇന്ത്യ ആൻഡ് US ആർ മെമ്പേഴ്സ്. അപ്പോൾ ഈ WTO ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു എഗ്രിമെന്റ് ആണ് ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്. മെയിൻ WTO ട്രീറ്റി ഫോർ ട്രേഡ് ഇൻ ഗുഡ്സ് ആണ്. ഇന്ത്യ ഒബ്ജക്ട്സ് ടു US താരിഫ് അണ്ടർ GATT. ഈ ഒരു GATT-ന്റെ ക്ലോസ് വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യ ഇപ്പോൾ മെയിനായിട്ട് റിട്ടാലിറ്ററി താരിഫ് കൊടുത്തിട്ടുള്ളത്. ഇനി എഗ്രിമെന്റ് ഓൺ സേഫ് ഗാർഡ് പെർമിറ്റ്സ് ടെമ്പററി ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ ഫോർ ഇൻഡസ്ട്രി പ്രൊഡക്ഷൻ ആൻഡ് റിക്വയർസ് പ്രയർ നോട്ടിഫിക്കേഷൻ ആൻഡ് കൺസൾട്ടേഷൻ. ഈ ഒരു ജനറൽ ക്ലോസ് ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് സേഫ് ഗാർഡ് പറയുന്നുണ്ട് നമ്മുടെ ലോക്കൽ അല്ലെങ്കിൽ ഇൻഡിജിനിയസ് ഇൻഡസ്ട്രിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിന്റെ ഫേസ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ടെമ്പററി ആയിട്ട് താരിഫ് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ ലാൻഡ്സ്കേപ്പിന് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല, നശിച്ചു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ആ ഒരു ടെമ്പററി താരിഫ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ഓൾറെഡി GATT-ന്റെ അകത്തുണ്ട്. പിന്നെ ഇന്ത്യ US ട്രേഡ് റിലേഷനെ കുറിച്ചിട്ടാണ്. ഓഫ് കോഴ്സ് ഒരു ഫാക്ചറാണ്, ട്രേഡ് ഓവർ 200 ബില്യൺ ആണ്. ഡിസ്പ്യൂട്ട് ഓൾറെഡി ഉണ്ട് ഇവിടെ സ്റ്റീൽ ആൻഡ് അലൂമിനിയം താരിഫ്. ഇത്രയാണ് മെയിനായിട്ട് ഈ ഒരു ആസ്പെക്റ്റിൽ വരുന്നത്. നമുക്ക് GS പേപ്പർ 2-ൽ ബയലാറ്ററൽ റിലേഷനിലും GS പേപ്പർ 3-ൽ ട്രേഡ് റിലേഷനിലും മെയിനായിട്ട് കണക്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസ് ബ്രീഫിംഗിലോട്ട് പോകും. അടുത്ത ന്യൂസ് ബ്രീഫിംഗ്
ആക്ച്വലാണ് എക്കോണമി ആസ്പെക്റ്റിലുള്ള ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ്. അപ്പം ന്യൂസിൽ മെയിൻ ബാക്ക്ഗ്രൗണ്ട് പറയുന്നതെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് മന്തിലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആക്ച്വലി ഡിപ്പ് ആയിട്ടുണ്ട്. മെയിനായിട്ട് വെജിറ്റബിൾസിന്റെ പർച്ചേസിന്റെ പ്രൈസ് കുറഞ്ഞതാണ്. പക്ഷേ ഈ ന്യൂസിൽ പിന്നും പറയുന്ന ഒരു കാര്യം, ഈ പ്രൈസ് കുറവ് വന്നത് ബേസ് എഫക്റ്റ് കൊണ്ടെന്നുള്ളതാണ്. കാരണം നമ്മൾ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ബേസിനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബേസ് ലെവലിൽ ചേഞ്ച് ആണ് ആക്ച്വലി ബേസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ആ ബേസ് എഫക്റ്റ് മൂലമാണ് ഇപ്പോൾ ഈ ഒരു ഇൻഫ്ലേഷൻ ഇപ്പൊ കുറഞ്ഞായിട്ട് നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി ഒറിജിനലി കൺസ്യൂമറിന്റെ അടുത്തോട്ട് ആ റിഫ്ലക്ഷൻ എത്തുന്നത് കറക്റ്റായിട്ടാണോ എന്നുള്ളത് ഡിബേറ്റബിൾ ആണ്. അപ്പൊ എന്താണ് ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ ജനറൽ റൈസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഇതുമൂലം എന്താ ഉണ്ടാകുന്ന പർച്ചേസിങ് പവർ ഓഫ് മണി, ഒരു മണി കൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള പവർ കുറയുന്നുണ്ട്. ഇത് ഏത് ഇൻഡെക്സിലാണ് മെഷർ ചെയ്യുന്നത്? CPI ഇൻഡെക്സിലാണ് മെഷർ ചെയ്യുന്നത്. ഇപ്പം ഇത് 8 മേജർ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അപ്പൊ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ആർട്ടിക്കിൾസ് എടുക്കുക. അതിൽ 8 മേജർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൗസിംഗ്, അപ്പാരൽ, ട്രാൻസ്പോർട്ടേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, റിക്രിയേഷൻ, മെഡിക്കൽ കെയർ, ഫുഡ്, ബിവറേജസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഇനി കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്താണെന്ന് വെച്ചാൽ മെഷേഴ്സ് ആവറേജ് പ്രൈസ് ചേഞ്ച് ഓഫ് ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓവർ ദ ടൈം. ഇത് ആക്ച്വലി ആരാണ് മെയിനായിട്ട് ഒരു ഇൻഡെക്സ് കൊണ്ടുവരുന്നത് വെച്ചാൽ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോഗ്രാം ആൻഡ് ഇംപ്ലിമെന്റേഷൻ ആണ്. 2 വിങ്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉണ്ട്, പ്രോഗ്രാം ഇംപ്ലിമെന്റേഷനായിട്ട് സെപ്പറേറ്റ് വിങ്സ് വെച്ചിട്ടാണ് ഇത് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇൻഫോഗ്രാഫി നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ഉണ്ട്. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ, കോർ ഇൻഫ്ലേഷൻ, ഹൈപ്പർ ഇമ്പോർട്ടഡ്, വേജ് ഇൻഫ്ലേഷൻ, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. അപ്പം ഓരോ കോസേറ്റീവ് ഫാക്ടേഴ്സിന്റെ ഡിഫറൻസ് മൂലം ആണ് ഈ ഡിഫറൻസ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളൊരു അനാലിസിസ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ന്യൂസ് ബ്രീഫിൽ മെയിനായിട്ടുള്ളത്. മെയിൻ പെർസ്പെക്റ്റീവിൽ ഇന്ത്യൻ എക്കോണമിയിലെ ഇൻഫ്ലേഷൻ ട്രെൻഡ് എന്നുള്ള ആസ്പെക്ട് മെയിനായിട്ട് കണക്ട് ചെയ്യും. ഇനി അടുത്തൊരു എക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സ്പീഷീസിന്റെ ബിഹേവിയർ ചേഞ്ചസിന് ഒരു അനാലിസിസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഇതിന്റെ ബ്രീഫിംഗ് ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ഫോഴ്സിംഗ് species to migrate, adapt or risk extinction with examples like Pacific field cricket in Hawaii. ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കാം. നിഷ ബിഹേവിയർ ചേഞ്ചസ് വിത്ത് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ഒരു കേസ് സ്റ്റഡി ആസ്പെക്റ്റിൽ ഈ ഒരു സ്പീഷീസിന്റെ ബിഹേവിയർ ഹൈലൈറ്റ് ചെയ്യും. അപ്പോൾ ഇതെന്താ ഹൈലൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ റാപ്പിഡ് എവല്യൂഷൻ ആൻഡ് കോ എവല്യൂഷൻ ആണ്. ക്രിക്കറ്റ് അഡാപ്റ്റഡ് റാപ്പിഡ്ലി മോഡിഫൈയിങ് ദിയർ സോങ്സ് ടു എസ്കേപ്പ് പ്രഡേഷൻ. വൈറ്റ് ഫ്ലൈസ് ആൾസോ ഇവോൾവ് ബ്രോഡർ ഹിയറിംഗ് സെൻസിറ്റിവിറ്റി ടു ട്രാക്ക് ന്യൂ ഫ്രീക്വൻസീസ്. അവരെ ആ പ്രഡേറ്ററിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനും അവരുടെ ആ ഒരു എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓരോ ജനറേഷനും എവല്യൂഷൻ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതുമൂലം നമ്മളെ എക്കോസിസ്റ്റത്തിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എവല്യൂഷൻ മൂലം നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ഇന്റർ സ്പീഷീസ് ഇന്ററാക്ഷനിൽ ഹൈ ഇമ്പാക്റ്റ് ഉണ്ടാവും. ഈ ഇന്ററാക്ഷനിൽ ചേഞ്ച് ഉണ്ടാകുന്നതനുസരിച്ച് എൻവയോൺമെന്റ് അല്ലെങ്കിൽ എക്കോളജിയിൽ സ്ട്രെസ് നെഗറ്റീവും പോസിറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. അത് എക്കോളജി സ്റ്റെബിലിറ്റിയും ബയോഡൈവേഴ്സിറ്റിയും ബാധിക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ. ഇതാണ് മെയിനായിട്ട് ഇതിന്റെ മെയിൻ ജിസ്റ്റ് ആയിട്ട് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റിൽ പ്രിലിംസ് പോയിന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടും പിന്നെ എക്കോസിസ്റ്റം മൈഗ്രേഷൻ എന്നുള്ള ഒരു ടേം ഉണ്ട്. സ്പീഷീസ് മൂവ് ഫോർവേഡ് ഓർ ടു ഹയർ എലിവേഷൻ ഡ്യൂ ടു വാർമിംഗ്. മൈഗ്രേഷൻ ടൈമിംഗ് ചേഞ്ചസ്, സം സ്പീഷീസ് ലോസ് ബ്രീഡിംഗ് സക്സസ്. അതായത് ഫോർവേഡ് നോർത്തിലോട്ടും ഹയർ എലിവേഷനിലോട്ടും മൈഗ്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത് എക്കോസിസ്റ്റം മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ഒരു ഇവന്റ് പറയുകയാണെങ്കിൽ ലോസ് ഓഫ് വെറ്റ്ലാൻഡ്, റിവർ ഫ്ലോക്സ് എല്ലാം ഈ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക, എസ്പെഷ്യലി ഫിഷ്, വാട്ടർ ബേർഡ് സ്പീഷീസിന്റെ മൈഗ്രേഷൻ. ഒരു ഇമ്പോർട്ടൻറ്റ് കീവേഡ് ഇൻവേസീവ് സ്പീഷീസ് ആണ്. ക്ലൈമറ്റ് ചേഞ്ച് ക്രിയേറ്റ്സ് ഫേവറബിൾ കണ്ടീഷൻ ഫോർ ഇൻവേസീവ് സ്പീഷീസ് ടു സ്പ്രെഡ്. ഈ ഇൻവേസീവ് സ്പീഷീസ് സ്പ്രെഡ് ചെയ്താൽ അത് കോമ്പറ്റീഷൻ എൻഹാൻസ് ചെയ്യും. അതേപോലെ ബയോഡൈവേഴ്സിറ്റിയിൽ ഒരു ഇംബാലൻസ് മെയിനായിട്ട് ഉണ്ടാകും. അത് എക്കോസിസ്റ്റത്തിനെ സാരമായിട്ടും ബാധിക്കുകയും ചെയ്യും. ഓക്കെ, ഇത് മെയിൻ പെർസ്പെക്റ്റീവിൽ GS പേപ്പർ 3 ഇമ്പാക്ട് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ആസ്പെക്റ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മെയിൻ ന്യൂസ് ബ്രീഫിലുള്ളത്. അപ്പോൾ എക്കോളജി റിലേറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ടായിട്ടുണ്ട്. എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ബ്രീഫ് നമ്മൾ മെയിനായിട്ട് നോക്കൂ. ഒരു ഇലക്ട്രോൾ റിഫോം ആർട്ടിക്കിൾ മെയിനായി ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ന്യൂസ് ബ്രീഫിങ്ങിൻ്റെ കണ്ടന്റ് നിങ്ങളുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് ഇൻക്ലൂഡ് ചെയ്യുക, നോട്ട് മേക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇതേപോലെ നെക്സ്റ്റ് ടൈം വേറൊരു ന്യൂസ് അനാലിസിസ് ആയിട്ട് പിന്നെ മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.